പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നുണപ്രചരണങ്ങളെ പൊളിച്ചടുക്കി ബി.ജെ.പി. മരിച്ചവരെ പോലും വെറുതെ വിടാതെ തന്നെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പരത്തുകയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അന്തരിച്ച മുൻ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി 2020 രാഹുൽ ഗാന്ധിയെ കാർഷിക നിയമത്തിന്റെ പേരിൽ തന്നെ ഭീഷണിപ്പെടുത്തി എന്ന പച്ചക്കള്ളമാണ് രാഹുൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കാരണം അരുൺ ജെയ്റ്റ്ലി മരിച്ചിരിക്കുന്നത് 2019 അതുപോലെ 2020 കേന്ദ്ര സർക്കാർ പാസാക്കിയ കാർഷിക നിയമത്തിനെതിരെ പ്രതിഷേധിച്ചതിനാണ് ഭീഷണി മുഴക്കിയതെന്നാണ് രാഹുലിന്റെ പരാമർശം. എന്നാൽ ബി.ജെ.പിയുടെ ചോദ്യത്തിന് മുന്നിൽ രാഹുൽ അടിപതറി വീഴുകയാണ് ഉണ്ടായത്. മാത്രമല്ല പൊതുജനങ്ങൾ അടക്കം ഇപ്പോൾ ചോദിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് ചിത്തഭ്രമമാണോ എന്ന്. ഇങ്ങനെ കാര്യങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായ വാദങ്ങൾ ഉന്നയിക്കുന്നു എന്നത് ആരോപിച്ചുകൊണ്ടാണ് പൊതുജനങ്ങളടക്കം ഇത്തരത്തിലൊരു വിലയിരുത്തൽ പുറത്തുവിടുന്നത്. 2019 ഓഗസ്റ്റ് 23 അരുൺ ജെയ്റ്റ്ലി മരണമടഞ്ഞത്. 2020 സെപ്റ്റംബറിലാണ് പാർലമെന്റിൽ കാർഷിക ബിൽ പാസാക്കിയത്. രാഹുലിന്റെ പരാമർശത്തിനെതിരെ അരുൺ ജെയ്റ്റ്ലിയുടെ മകൻ റോഹൻ ജെയ്റ്റ്ലി അടക്കം രംഗത്ത് വന്നു. പിതാവിനെ രാഹുൽ സ്വപ്നം കണ്ടതാകാമെന്നും തന്റെ അച്ഛൻ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളല്ല എന്ന് തന്നെയാണ് മകൻ വ്യക്തമാക്കുന്നത്. മറിച്ച് എല്ലാവരോടും ജനാധിപത്യ സേവനത്തോട് തന്നെ അല്ലെങ്കിൽ ആ ബോധത്തോടു കൂടി തന്നെ പെരുമാറുന്ന വ്യക്തിയാണ് അദ്ദേഹം. രാഹുൽ മരിച്ചവരോട് സംസാരിക്കുന്നുവെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. മോഹൻ പരിക്കറെ കുറിച്ചും സമാനമായ രീതിയിലുള്ള ആരോപണം രാഹുൽ നടത്തിയിട്ടുണ്ട് എന്നും മകനായ അരുൺ ജെയ്റ്റ്ലിയുടെ മകൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. രാഹുലിന് ചിത്തഭ്രമമാണ് എന്നും ബി.ജെ.പി. നേതാക്കൾ പ്രതികരണം അറിയിച്ച് രംഗത്ത് വന്നു. മുൻപ് കേന്ദ്ര സർക്കാരിനെതിരെ ബോംബുകൾ പൊട്ടിക്കാനുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. എന്നാൽ നുണയുടെ ബോംബുകളാണ് രാഹുൽ പൊട്ടിക്കാനുണ്ട് എന്നതാണ് ഇപ്പോൾ നേതാക്കൾ പരിഹസിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ലീഗൽ സെൽ രാജ്യ തലസ്ഥാനത്ത് നടത്തിയ കോൺക്ലേവിനിടയിലായിരുന്നു രാഹുലിന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു പരാമർശമുണ്ടായത്. പ്രതിഷേധത്തിൽ നിന്നും പിന്മാറാൻ അരുൺ ജെയ്റ്റ്ലി ആവശ്യപ്പെട്ടു. നിങ്ങൾ ആരോടാണ് പിന്മാറാൻ ആവശ്യപ്പെടുന്നത്? ഞങ്ങൾ കോൺഗ്രസുകാരാണ് എന്ന് മറുപടി പറഞ്ഞു എന്നതാണ് രാഹുൽ കോൺക്ലേവിനിടയിൽ പരാമർശം നടത്തിയിരിക്കുന്നത്. ദീർഘനാളത്തെ അസുഖത്തെ തുടർന്നുകൊണ്ട് ഡൽഹിയിലെ ഓർഡിനൻസ് ഓഫ് മെഡിക്കൽ സയൻസിൽ അവിടെ വെച്ചുകൊണ്ടാണ് അരുൺ ജെയ്റ്റ്ലി മരിക്കുന്നത്. ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് പ്രതിഷേധത്തിനിടയാക്കിയ 3 കാർഷിക നിയമങ്ങൾ സർക്കാർ ഓർഡിനൻസിനായി അവതരിപ്പിക്കുന്നത്. 2020 ജൂണിലാണ് കാർഷിക നിയമങ്ങൾ സർക്കാർ ഓർഡിനൻസുമായി അവതരിപ്പിക്കുന്നത്. പിന്നീട് 2020 സെപ്റ്റംബറിലാണ് പാർലമെന്റ് ഇത് പാസ്സാക്കുന്നത്. അരുൺ ജെയ്റ്റ്ലി മരിച്ച ഒരു വർഷത്തിന് ശേഷം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കാർഷിക നിയമവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അദ്ദേഹം രാഹുൽ ഗാന്ധിയെ ഭീഷണിപ്പെടുത്തുന്നതെന്ന ചോദ്യവുമായി ജെയ്റ്റ്ലിയുടെ മകനും അതുപോലെ ബി.ജെ.പി. നേതൃത്വവും രംഗത്ത് വരികയായിരുന്നു. അരുൺ ജെയ്റ്റ്ലി മരിച്ചത് ഒരു വർഷത്തിന് ശേഷം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കാർഷിക നിയമത്തിൽ എങ്ങനെയാണ് അദ്ദേഹം രാഹുലിനെ ഭീഷണിപ്പെടുത്തുന്നതെന്ന ചോദ്യമായിരുന്നു പിന്നീട് ഉയർത്തിയതും. 2020 ജൂണിൽ സർക്കാർ കാർഷിക നിയമങ്ങൾ ഓർഡിനൻസുമായി അവതരിപ്പിക്കുകയും പിന്നീട് 2020 സെപ്റ്റംബറിൽ പാർലമെന്റിൽ പാസ്സാക്കുകയും ചെയ്തു. 2019 ഓഗസ്റ്റിലാണ് ജെയ്റ്റ്ലി മരിക്കുന്നത്. 2021 കാർഷിക പ്രക്ഷോഭത്തെ തുടർന്നുകൊണ്ട് സർക്കാർ നിയമങ്ങൾ പിൻവലിക്കുകയും ചെയ്തു. എന്നാൽ 2017 മോദി സർക്കാർ കാർഷിക നിയമങ്ങൾ കൊണ്ടുവരാൻ ശ്രമങ്ങൾ നടത്തിവരുന്നുവെന്നും ഈ ഘട്ടത്തിൽ ജെയ്റ്റ്ലി രാഹുലിനെ സന്ദർശിച്ചിരുന്നുവെന്നും അതാണ് അദ്ദേഹം പറഞ്ഞതെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ വിശദീകരണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് ചെയ്തത്. അതായത് കോൺഗ്രസ് ആകട്ടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ മുഖം രക്ഷിക്കാനുള്ള തത്രപ്പാട് കൂടിയാണ് ഇവിടെ വെളിവായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.